ആര്യമോടെ കല്യാണമാണെന്ന് എനിക്കൊട്ടും കുഞ്ഞിലേ തൊട്ടേ എനിക്കറിയില്ല. ഇപ്പോഴേ അവളുടെ കല്യാണം ആണെന്നുള്ള ഇപ്പോൾ എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പോഴും ഒക്കെ എൻ്റെ കുഞ്ഞു കുട്ടി തന്നെയാണ്. ആളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു കംപ്ലീറ്റ്ലി ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. എല്ലാമാണ്. അവൾ തന്നെ സ്മാർട്ടാണ്, ഇൻ്റലിജൻ്റ് ആണ്. എല്ലാം അയാൾ തന്നെ അയാളുടെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ചെയ്തു. എനിക്ക് കുറച്ച് ഷോർട്ട് ടൈം കൊണ്ടേ അറിയത്തുള്ളൂ. ഞങ്ങളൊരിപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ആ ടൈം തൊട്ടാണ് ആര്യനെ അറിയുന്നത്. ഭയങ്കര ആക്റ്റീവാണ് എല്ലാത്തിലും. നമ്മുടെ ഇപ്പോൾ കല്യാണത്തിൻ്റെ കേസിലാണെങ്കിൽ എല്ലാം ഭയങ്കരമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോയി. ഇപ്പം ഞാനൊരു പുതിയ വീട്ടിൽ പോകുന്ന അങ്ങനെ ഒരു ഫീലൊന്നും എനിക്ക് തരാണ്ട് എന്നെ എങ്ങനെയും കംഫർട്ടാക്കുക. ഈവൻ എന്തെങ്കിലും നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ആര്യാണ് ഞങ്ങളുടെ ഇടയിൽ വന്നിട്ട് അങ്ങനെയൊന്നും പാടില്ല, ചേട്ടനെ പറഞ്ഞ് സെറ്റ് ചെയ്ത് ചേച്ചീനെ അങ്ങനെ കംഫർട്ടാക്കി വെക്കുക. അങ്ങനെ ഭയങ്കര എനിക്കൊരു ഒരു അനിയത്തി, ഞാനാണ് എൻ്റെ വീട്ടിൽ ഏറ്റവും അനിയത്തി. അപ്പോൾ എനിക്കൊരു അനിയത്തി കുട്ടി അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഷീസ് ലൈക്ക് മൈ ഓൺ സിസ്റ്റർ ആണ്. സത്യം സത്യം ഇത് സത്യമേ മാലൈ സൂടിയ കാലൈ കതിരൻ മേലെ സത്യം സത്യം ഇത് സത്യമേ ഒരു കുഴந்தை പോലെ ഒരു വൈരം പോലെ തൂയ്മയാണ്. ആര്യനെ പറ്റി പറയാനാണെങ്കിൽ ഞങ്ങളിപ്പോൾ 13 years ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ആൻഡ് റൈറ്റ് ഫ്രം ഒരു 7th സ്റ്റാൻഡേർഡ് ഒക്കെ തൊട്ട് നമ്മളിങ്ങനെ വളരെ ക്ലോസ് ആയിരുന്ന സമയത്ത് പറയാറുണ്ട് ലൈക്ക് മാരേജിനെ പറ്റിയിട്ടും ആളിനെ പറ്റിയിട്ടും ഒക്കെ. അപ്പോൾ ആര്യൻ്റെ മനസ്സിലുള്ള പോലെ തന്നെ ഒരാളിനെയാണ് കിട്ടിയിരിക്കുന്നത്, പരമു. ആൻഡ് ആര്യ ത്രൂവാണ് ഞാൻ പരമുനെ പരിചയപ്പെടുന്നത്. ആൻഡ് പരമു ഭയങ്കര ഒരു ഫൺ ആൻഡ് എന്താ പറയുക ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പേഴ്സണാണ്. നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ലൈക്ക് ഭയങ്കര എനർജി, ലൈക്ക് വരുമ്പോൾ തന്നെ ചിരിച്ചിട്ടാണ് വരിക. അപ്പോൾ അങ്ങനത്തെ ഒരാളിനെ കിട്ടിയതും ആൻഡ് പരമുവിന് ആര്യനെ പോലെ ഒരാളിനെ കിട്ടിയതും ലൈക്ക് ഇറ്റ്സ് എ ബെസ്റ്റ് മാച്ച്. സോ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഹാപ്പി മാരിഡ് ലൈഫ് ആൻഡ് ഇങ്ങനെ തന്നെ ലൈക്ക് ഫുൾ ലൈഫ് ഇങ്ങനെ തന്നെ ഇരിക്കും. परदेसिया है तेरे प्यार में जब से झनकार सी है दिल के तार में तब से परदेसिया है तेरे प्यार में जब से झनकार सी है दिल के तार में तब से तुम हो मेरे जानता हूँ मगर पहुँचाऊँ तुम तक ये कैसे खबर कब से हूँ मैं उम्मीद में है अनकहा जो सुन लो अगर परदेसिया मिला है तू मुझे जब से मैं कद हूँ प्यार में तब से परदेसिया है तेरी बत्तियों ने किया
साथ मेरा चुन लो अगर परदेसिया मिला है तू मुझे जब गौरी कल्याण वैभोगमे लक्ष्मी कल्याण वैभोगमे கொத்தோடு வாழை மரம் கொண்டு வந்து நிறுத்தி கோப்புடைய பந்தலுக்கு மேற்கட்டு கட்டி கௌரி கல்யாண வைபோகமே லக்ஷ்மி கல்யாண வைபோகமே पावन जस्तुति पात्र पावन चरित्र पावन जस्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र पावन जस्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र सीता कल्याण वैभोगमे राम कल्याण वैभोगमे
नगराजा धरणी दो परिवारो लल्ला नगराजा धरणी दो परिवारो लल्ला ओगी बोरन जैसे वारलुगारे इतुलुंडु दुरानी नगुमो पोमुगनले नीना जादे ತಿಳಿಸಿ नगुमो मोगनले नीना जादे ತಿಳಿಸಿ नन्नु ಬ್ರೋವರಾಗ ಶ್ರೀ ರಘುವರ ನೀನಗುಮೋ കണ്ണോരത്ത് കൈദൂരത്ത് നീ എന്നോടെന്നും ചേർന്നിരുന്നു ചാരത്ത് കണ്ണോരത്ത് കൈദൂരത്ത് നീ സ്വപ്നം പോലെന്നുള്ളിൽ പെയ്യും നേരത്ത് കോർക്കാം ഇരുകൈകൾ ഇനി പോകാം കാലങ്ങൾ നാം ഓരോ ജന്മങ്ങൾ തേടുന്നു വർണ്ണങ്ങൾ കേൾക്കാം മഴ തോരുമ്പോൾ മൗനം മൂളിയ മോഹങ്ങൾ നീ മായാജാലങ്ങൾ പോലിന്നും ജന്മം തൊട്ടിൻ കൂടെ കൂട്ടായി വന്നു നീ നീട്ടും പൂക്കാലങ്ങൾ ഞാനേകും പൂന്താരങ്ങൾ ആത്മാവിൽ ആരോ പറഞ്ഞിടും പേരു നീ ആനന്ദം നീയാകവേ मन के सर महके रेशम रेशम लागे रे
दिल चंपई चंपई बांधे सिंदूरी से धागे रे सुनो कनमनी सुनो कनमनी शहनाई सी बाजे रे सावली सावली तेरी आँख में बांधनी से खबरे खनक खनक गई हंसी हंसी तेरी कनक कनक करा हुई अभी अभी नीला पवन मुखम एन तेरी मद सदा कणम अवळ एन पुरिंगद मन के सर महके रेशम रेशम लागे रे दिल चंपई चंपई बांधे सिंदूरी से धागे रे మనసులోని నిలిచిపోకే మై మరపుల మధురిమా పెదవి దాటి వెలికి రాక బెదురెందుకే హృదయమా మనసులోని నిలిచిపోకే మై మరపుల మధురిమా పెదవి దాటి వెలికి రాక బెదురెందుకే హృదయమా ఎన్ని నాళ్ళిలా ఏదో బూచుల సంశయం అన్ని వైపులా వెనుతరిమే సంబరం అదును చూసి అడగదేమి లేనిపోని బిడియమా ఊహలోని ఊయలోకి జారిపోకే సమయమా తడబడే తలపుల తపన ఇదని తెలపక మనసులోని నిలిచిపోకే మై మరపుల మధురిమా పెదవి దాటి వెలికి రాక బెదురెందుకే హృదయమా మనసులోని నిలిచిపోకే మై మరపుల మధురిమా పెదవి దాటి వెలికి రాక బెదురెందుకే హృదయమా
ഗ്രാൻഡായിട്ട് ഒരുങ്ങി വന്നപ്പോൾ സാധാരണ കുട്ടി ഫ്രോക്കും അവിടേതായിട്ടുള്ള ജീൻസും ടോപ്പും ഇട്ട് മാത്രമേ ഞാൻ ഇത്രയും നാൾ കണ്ടിട്ടുള്ളൂ. പെട്ടെന്നത് കണ്ടപ്പോൾ ഇന്നവിടെ കല്യാണമാണ് എന്ന്. എന്തായാലും പരമു അതൊന്ന് നല്ല പാർട്ട്ണറായിട്ട് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. എനിവേ അവർ രണ്ടുപേരും നല്ല അടിപൊളിയായിരിക്കും. നല്ലൊരു ജീവിതം എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാവും. എനിവേ നമ്മളെ വീട്ടിൽ നിന്ന് പോയാലും സേഫ് ഹാൻഡാണ്. അപ്പോൾ പരമു ഇങ്ങനെ കൈ പിടിച്ച് ആ സ്റ്റേജിലോട്ട് കയറ്റുമ്പോഴും നമ്മൾ ലൈക്ക് ഓക്കെ നമ്മളെ വിട്ടു പോകുന്നില്ല, ഷീ സ്റ്റിൽ ഇൻ അവർ ഹാർട്ട് ആൻഡ് ഓൾ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ എന്നാലും ഒരു കല്യാണം കഴിച്ച് ഐ ക്യാൻ ഫീൽ ദാറ്റ്. നറുമുഖയേ നറുമുഖയേ நீ ஒரு நாழிகை நில்லாய் செங்கனி ஊறிய வாய் திறந்து நீ ஒரு திருமொழி சொல்லாய் அற்றை திங்களன் நிலவில் நெற்றி தரள நீர் வடிய கொற்ற பொய்கையாடியவள் நீயா അത്രൈ തിങ്കളൻ നിലവിൽ ചേട്ടൻ ആ ചേച്ചി കൈ പിടിച്ച് സ്റ്റേജിലേക്ക് കയറ്റി. അപ്പോൾ ആ ഫയറൊക്കെ ഇങ്ങനെ വന്നപ്പോണ്ടല്ലോ ഭയങ്കര ഒരു ഗൂസ് ബംസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീൽ ആയിരുന്നു. നല്ല ഭംഗിയായിരുന്നു. അതെ അതെ, രണ്ടുപേരും കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു. നമ്മള് അതായത് കാണാൻ ആഗ്രഹിച്ച ആ ഒരു മൊമെന്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. ஒற்றை பார்வை பார்த்தவனும் நீயா அற்றை திங்களன் நிலவில் கொற்ற பொய்கையாடுகையில் ஒற்றை பார்வை பார்த்தவனும் நீயா. காற்றில் வருகின்ற வாசம் தருகின்ற மலரும் பூமுகத்தின் ஞாபகம் காலம் கடந்தாலும் காட்சி மறையாது நினைவில் கலந்தாடும் ஓர் மனம் உலா போகும் கனா உலா போகும் வினா. தொலைந்ததே நன்றி சொல்லவே என் கனவும் மீண்டதே தேடல் தீராதது பாதை மாறாதது வான் பார்த்து மழை கை கோர்த்து வரும் நாள் தானோ இதுவே உன் பார்வை கொள்ள பதில் ஒன்று கேட்க ஏதேதோ நெஞ்சம் சொல்ல காற்றில் வருகின்ற வாசம் தருகின்ற மலரும் பூமுகத்தின் ஞாபகம் சின்ன சிரிப்போடும் செல்ல நடிப்போடும் இன்னும் நீளாதோ நாட்களும் உலா போகும் கனா உலா போகும்
കണ്ണി